നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയാമോ? എന്റെ പേര് രോഷ്ന. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണ്, കട്ടോളി. പാട്ടുകാരിയാണല്ലേ? ചെറുതായിട്ട്. പിന്നെ സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? അത്യാവശ്യം. അപ്പൊ പാട്ടുകാരി ചെറുതായിട്ടില്ല. എന്തായാലും നമ്മള് ഇവിടുന്ന് ഒരു പാട്ട് പാടുന്നുണ്ടല്ലേ? ഏതാ പാട്ട്? ഞാൻ കൊലക്കോട്ടത്തെ പറ്റി ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ ഇവിടുന്ന് പാടിയിട്ടുണ്ട്. അതെ. അപ്പൊ എന്നാ നമുക്കതൊന്ന് പാടിയാലോ? അടിപൊളി. ദൈവത്തിന്റെ മുന്നിൽ നിന്ന്, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന്, അതുപോലെ ദൈവങ്ങളെല്ലാം ഇവിടെ കൂടി ഇരിപ്പുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് പാടാം അല്ലെ? ഒന്ന് പാടിക്കും. കൊലക്കോട്ടത്തെ പൊന്നു ദൈവങ്ങളെ, ഞങ്ങളെ എന്നും നിങ്ങൾ കാത്തോളണേ. നാഗകന്യകെ എന്നീ ഭൈരവനും ഉച്ചിട്ടയമ്മേ വാണരുളുന്നേ. ഒട്ടൻ ദൈവം സുന്ദരിക്കുരത്തിയമ്മേ, തൊണ്ടച്ചനും കൂടെ വിഷ്ണുമൂർത്തിയും, പുല്ലോട്ട് ഭഗവതിയുടെ തിരുമുടിയുണ്ടേ. പൊന്നുകുളികൻ ദൈവവും ഇവിടെ വാഴുന്നേ. വേദനയാൽ ഞാൻ വീണു കീണിടുമ്പോൾ ദൈവങ്ങളെന്നും ആശ്വാസമേകണേ. ദുഃഖദുരിതമൊക്കെയും തീർത്തിടണമേ. രോഗമുക്തിയെന്നും സാധ്യമാക്കണേ. സമ്പത്തും ഐക്യവും കളിയാടിയിടാൻ അനുഗ്രഹിക്കണേ. പൊന്നുകുളികൻ ദേവേ, നല്ലതാം കർമ്മങ്ങൾ ചെയ്തിടുവാനായി നിങ്ങളെന്നുമെൻ കൂട്ടിനുണ്ടാവണേ. അടിയനെന്നുമേ കണ്ണീരു സാക്ഷിയാൽ കൈകൾ കൂപ്പി നിങ്ങളെ സ്മരിപ്പതുണ്ടേ. സന്തോഷഭരിതമാം ജീവിതത്തിനായി നിങ്ങളേവരെ ഇവൾ പ്രാർത്ഥിക്കുന്നേ. മാലോകർ പുറങ്കാളനെന്നു വിളിക്കും. കൂട്ടിനുണ്ടാവണേ കുളികൻ ദേവേ. വിഷാദികൾ നമ്മെ തീണ്ടാതിരിക്കുവാൻ അനുഗ്രഹം ചൊരിയണേ. നാഗകന്യകേ, പുല്ലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങളെ നിങ്ങൾ കാത്തിടണേ. അപ്പൊ സ്വന്തമായിട്ട് എഴുതിയല്ലേ? ഇതുപോലെ മറ്റു പാട്ടുകളെല്ലാം എഴുതാറുണ്ടോ? അടിപൊളി. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്ത് ചെയ്യുന്നു? മധുരാജ് ഗോൾഡിലെ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം. ഓ, അപ്പൊ നമുക്ക് പിന്നെ അവർക്കെല്ലാവരെ ആശംസ പറഞ്ഞാലോ? എവിടെ ചക്രക്കല്ലാണ്? അടിപൊളി. പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത്? ബിസിനസ്. എത്ര മക്കളുണ്ട്? മൂന്ന് മക്കളുടെ പേര്, ഹസ്ബൻഡിന്റെയും 3 മക്കളുടെ പേര് പറയാൻ പറ്റുമോ? ഹസ്ബൻഡിന്റെ പേര് രതീഷ് എന്നാണ്. മക്കളുടെ പേര് ഹൃദൻ റോഷ്, മകള് നൈനിക, മകൻ നന്ദിത് കൃഷ്ണ, 2 വയസ്സ്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ തിരുസന്നിധിയിൽ നിന്ന് പാടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ വളരെ വെരി ബെസ്റ്റ്. ഒരുപാട് പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. കഴിവും ആരോഗ്യം എല്ലാം ദൈവം തരട്ടെ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത് മറ്റൊരു കുറെ പാട്ടുമായിട്ട് വീണ്ടും കാണാം അല്ലെ? അടിപൊളി.